ഞാൻ ഡോക്ടർ ജെസ്സി നെറ്റോ, മെഡിട്രീന ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ 13 കൊല്ലം വർക്ക് ചെയ്ത ഒരു ഡോക്ടറാണ്. ഈ ഗർഭകാലത്തെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഗർഭം നാച്ചുറൽ ഇവൻ്റ് ആണെങ്കിൽ പോലും എപ്പോൾ വേണേലും അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാം. അതിൽ ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രീ എക്ലാംസിയ എന്ന് പറയും. അത് BP ഉള്ള കേസ് കേട്ട്. പിന്നെ അങ്ങനെ വരുന്ന പേഷ്യൻസിന് BP നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും BP 140/90 ഒക്കെ കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീനൂറിയ കൂടെ ഉണ്ടെങ്കിൽ അത് പ്രീ എക്ലാംസിയയിലോട്ട് പോകും. അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലവേദന, വയറുവേദന, പിന്നെ അതുപോലെ തന്നെ കാലിലെ നീര്, കാഴ്ചയ്ക്ക് വിഷ്വൽ സ്കോട്ടോമ എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും വരിക, ബ്ലീഡിങ്, അനക്കക്കുറവ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ്. അവർക്ക് കുട്ടിയുടെ വളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ 2 ആഴ്ച കൂടുമ്പോൾ സ്കാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. BP 160, 110 ഒക്കെ കൂടി പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഫിറ്റ്സിലോട്ട് പോകാം, എക്ലാംസിയയിലോട്ട് പോകാം. പിന്നെ അല്ലാതെ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഹെൽപ്പ് സിൻഡ്രോമിലോട്ട് പോകാം, പിന്നെ അബ്രപ്ഷനിലോട്ട് പോകാം. ബേബിക്ക് പിന്നെ അല്ലാതെ ഗർഭപാത്രത്തിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. വീട്ടിൽ വെച്ച് സ്വയം ചികിത്സിക്കാതെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമാണ് ഷുഗറുള്ള ഡയബറ്റീസ്, കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ഉണ്ട്. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്. ഷുഗർ ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് 20 ആഴ്ച കഴിഞ്ഞിട്ട് ഷുഗർ ഉണ്ടാകുന്നതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഷുഗറുള്ളവർ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്. ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ്, അതായത് പിന്നെ മെഡിസിനിൽ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്, ഡയറ്റിൽ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാം ഷുഗർ നോക്കേണ്ട ആവശ്യമുണ്ട്. അവർക്കും ഈ പറഞ്ഞതുപോലെ പലതരം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. മദറിന്, ബേബിക്ക് ഓവർ വെയ്റ്റ്, പോളിഹൈഡ്രാമിനോസ്, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയയിലോട്ട് പോകാം. പെട്ടെന്ന് ഷുഗർ കൂടിയിട്ട് അത് ഹൈപ്പർഗ്ലൈസീമിയ വിത്ത് കീറ്റോസിസിൽ പോകാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ അവരും ഡോക്ടറുടെ പരിചരണത്തിൽ, കൃത്യമായിട്ടുള്ള പരിചരണത്തിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്, സ്വയം ചികിത്സിക്കാതെ തന്നെ. പിന്നെയാണ് വേറൊരു കോംപ്ലിക്കേഷനാണ് ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുള്ളവർ. ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലാണെങ്കിൽ, ബ്ലീഡിങ് ആണെങ്കിൽ പോലും അവർ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ പ്രീവിയസ് സിസേറിയൻ, പിന്നെ കുട്ടി തിരിഞ്ഞ് കിടക്കുന്നത്, കുട്ടി വാക്കില്ലാതെ കിടക്കും, ചിലപ്പോൾ ട്രാൻസ്വേഴ്സിലായി ബ്രീച്ച് എന്നൊക്കെ പറയും. അവരൊക്കെ വരേണ്ടത്. പിന്നെ ഹാർട്ട് ഡിസീസ്, കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഗർഭകാലത്ത് വരാം. അനീമിയ, അങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിനും 24 മണിക്കൂറും നമുക്കിവിടെ ഒരു നല്ല ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മെഡിട്രീനയിൽ. അവരുടെ സേവനം നിങ്ങൾക്ക് ഉചിതമായിട്ട്, യൂസ്ഫുള്ളായിട്ട്, അവസരോചിതമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്.